കേരള ഗാന വിവാദത്തിൽ സാഹിത്യ അക്കാദമി അധ്യക്ഷൻ കെ സച്ചിദാനന്ദനെതിരെ ശ്രീകുമാരൻ തമ്പി. സച്ചിദാനന്ദൻ അവസരം നോക്കിയിരുന്ന് അപമാനിച്ചു. താൻ എഴുതിയ ഗാനം ക്ലീഷേ എന്ന് പറയാൻ സച്ചിദാനന്ദൻ അവസരം ഒരുക്കുകയായിരുന്നു. അവർ ഒരുക്കിയ കെണിയിൽ താൻ വീണുവെന്നും മന്ത്രി നിർബന്ധിച്ചാലും ഇനി ഗാനം നൽകില്ലെന്നും ശ്രീകുമാരൻ തമ്പി പറഞ്ഞു. ഇപ്പോൾ ഡാൻ കുര്യൻ ശ്രീകുമാരൻ തമ്പിക്കൊപ്പം ചേരുന്നു. ഡാൻ, അദ്ദേഹം എന്തൊക്കെ കാര്യങ്ങളാണ് പറയുന്നത്? ചോദിക്കാം. അശ്വതി, ഈ വിവാദങ്ങൾക്ക് പിന്നാലെ കവി ശ്രീകുമാരൻ തമ്പി ന്യൂസ് 18നോട് ഒപ്പം ചേരുകയാണ്. സാർ, വളരെ ദൗർഭാഗ്യകരമായ ഒരു പ്രതികരണം ആണ്. അല്ലെങ്കിൽ താങ്കൾ എഴുതിയ കവിത അത് ക്ലീശയാണ്, അതുകൊണ്ട് അത് കേരള ഗാനമായി അംഗീകരിക്കാനാവില്ല എന്നൊരു നിലപാട് രാവിലെ സാഹിത്യ അക്കാദമിയുടെ ഭാഗത്തു നിന്ന് വരുന്നു. ഇത് രാഷ്ട്രീയമായ ഒരു കടന്നാക്രമണമാണോ, അതോ അതിനപ്പുറത്തേക്ക് വ്യക്തിപരമായ എന്തെങ്കിലും വിരോധമാണോ? താങ്കൾക്ക് എന്താണ് തോന്നുന്നത്? രാഷ്ട്രീയമൊന്നുമില്ല, ഒന്നുമില്ല. ഇത് വ്യക്തിപരമാണ്. സച്ചിദാനന്ദൻ എന്നോട് പകയുണ്ട്, അയാൾ പക വീട്ടി, അത്രയേ ഉള്ളൂ. ഈ പകയ്ക്ക് എന്തെങ്കിലും കാരണമുണ്ടോ? എന്താണ് കാരണമുണ്ട്? കാരണം ഒരു പ്രത്യേക സമ്മേളനത്തിൽ പങ്കെടുത്ത ഞാനടക്കമുള്ള ആൾക്കാർ ബോയ്ക്കോട്ട് ചെയ്യണം എന്ന് സച്ചിദാനന്ദൻ പറഞ്ഞു. സച്ചിദാനന്ദൻ ആരാ എന്നെ ബോയ്ക്കോട്ട് എന്ന് പറയാൻ? അപ്പൊ ശ്രീകുമാരൻ തമ്പിയെ ബോയ്ക്കോട്ട് ചെയ്യണമെന്ന് മുഖ്യമന്ത്രി പറഞ്ഞാൽ മനസ്സിലാക്കുക. ശ്രീകുമാരൻ ബോയ്ക്കോട്ട് എന്ന് പറയാൻ സച്ചിദാനന്ദന്റെ അവകാശം. അപ്പൊ അയാൾ ആരായാലും പറഞ്ഞ ജനങ്ങൾ മുഴുവൻ കേൾക്കൂ. അപ്പൊ അങ്ങനെ പറഞ്ഞപ്പോൾ ഞാനൊരു മറുപടി, ഒരു സ്വയം പ്രഖ്യാപിത അന്തർദേശീയ കവി എന്നെ ബോയ്ക്കോട്ട് എന്ന് പറഞ്ഞിരിക്കുകയാണ് എന്ന് ഞാൻ പറഞ്ഞു, പരസ്യമായിട്ട് പറഞ്ഞു. അത് ചാനലിൽ വന്നു, യൂട്യൂബിൽ വന്നു. അപ്പൊ സ്വയം പ്രഖ്യാപിത അന്തർദേശീയ കവി എന്നെ വിളിച്ച അദ്ദേഹത്തിന് ഇത് ക്ഷീണമായി കാണും. സത്യവതാണ്. എങ്കിലും സാറ് ഈ പ്രത്യേക സമ്മേളനം എന്ന് പറഞ്ഞ, അതുകൊണ്ടാണ് ഞാൻ ചോദിച്ചത്, ഇതിന് പിന്നിൽ ഒരു രാഷ്ട്രീയമുണ്ടോ? രാഷ്ട്രീയമായ രാഷ്ട്രീയം വെച്ചാൽ അത് ഒരു ആർഷ സംസ്കാര പുരസ്കാരമായിരുന്നു. കാരണം ആർഷ സംസ്കാരം എന്ന് പറഞ്ഞാൽ ഭാരത സംസ്കാരം എന്നർത്ഥം. ഞാൻ അങ്ങനെ കണക്കാക്കുന്നുള്ളൂ. അപ്പൊ ആർഷ സംസ്കാര പുരസ്കാരം വാങ്ങുന്ന ആ സമ്മേളനത്തിന്റെ പേര് ഹിന്ദു എൻക്ലേവ് എന്നായിരുന്നു. അപ്പോ ഹിന്ദു എൻക്ലേവിൽ പങ്കെടുത്ത എല്ലാ എഴുത്തുകാരെയും ബോയ്ക്കോട്ട് ചെയ്യണമെന്ന് സച്ചിദാനന്ദൻ പറഞ്ഞു. എന്നെ ബോയ്ക്കോട്ട് എന്ന് പറയാൻ സച്ചിദാനന്ദ അവകാശം? അപ്പൊ മുഖ്യമന്ത്രി പറഞ്ഞാൽ മനസ്സിലാക്കാം, അല്ലെങ്കിൽ ആരെങ്കിലും ആധികാരികമായിട്ട് പറഞ്ഞാൽ മനസ്സിലാക്കാം. എന്നെ ബോയ്ക്കോട്ട് ചെയ്യണമെന്ന് എഴുത്തുകാരോട് പറഞ്ഞ എല്ലാ എഴുത്തുകാരും സച്ചിദാനന്ദൻ ജോലിക്കാരാണ്. എല്ലാ എഴുത്തുകാരും എന്നെ ബോയ്ക്കോട്ട് ചെയ്യുമോ ഇത് ഞാൻ ചോദിച്ചു. അപ്പോ അങ്ങനെ പറഞ്ഞപ്പോൾ സ്വയം പ്രഖ്യാപിത അന്തർദേശീയ കവി എന്ന് ഞാൻ സച്ചിദാനന്ദനെ കുറിച്ച് പറഞ്ഞു, പേര് പറഞ്ഞില്ല. സ്വയം പ്രഖ്യാപിത അന്തർദേശീയ, അപ്പൊ അതിന്റെ പക അദ്ദേഹത്തിന് മനസ്സിലുണ്ട്. അല്ല, ഈ കേരള സാഹിത്യ അക്കാദമിക്ക് ഹിന്ദു ആർഷഭാരത സംസ്കാരത്തോട് അപ്പോൾ ഒരു വിയോജിപ്പുണ്ട്, അറപ്പുണ്ടെന്നാണോ പറഞ്ഞു വരുന്നത്? ഉണ്ടായിരിക്കാം, എനിക്കറിയില്ല. കാരണം എനിക്കില്ല. എന്നെ സംബന്ധിച്ചോളം ഞാൻ ഏതായാലും RSSകാരനല്ല. എന്റെ കുടുംബം വർഷങ്ങളായിട്ട് ഇടതുപക്ഷ തുറന്നിരിക്കുന്ന കുടുംബമാണ്. എന്റെ നേരെ മൂത്ത സഹോദരൻ അഡ്വക്കേറ്റ് PG തമ്പി VS മുഖ്യമന്ത്രിയായിരുന്ന കാലത്ത് ഡയറക്ടർ ഓഫ് പ്രോസിക്യൂഷൻ, കേരള സ്റ്റേറ്റ് ബാർ കൌൺസിൽ ചെയർമാൻ, ലോകായുക്തയുടെ സ്പെഷ്യൽ അറ്റോർണി, കേരള സ്റ്റേറ്റ് പ്രോസിക്യൂട്ടർ, ഇങ്ങനെയൊക്കെ പ്രവർത്തിച്ച ആളാണ്. അപ്പോ എനിക്ക് അങ്ങനെ ഈ ഇടതുപക്ഷവുമായിട്ട് സഹകരിച്ചു പോകുന്ന ഒരു കുടുംബമാണ് എന്റേത്. ഞാൻ പക്ഷെ ഒരു പാർട്ടിക്ക് വേണ്ടിയും സംസാരിക്കാറില്ല. പക്ഷെ അതുകൊണ്ട് ഇപ്പൊ എന്നെ സംബന്ധിച്ചോളം ഇപ്പൊ പൂക്കാസ വിളിച്ച ഒരു സാംസ്കാരിക സമ്മേളനം, പൂക്കാസ വിളിച്ചാൽ ഞാൻ പോകും, തപസ് വിളിച്ചാലും പോകും. തപസ് വരുന്ന അവാർഡും വാങ്ങിക്കും. കാരണം എനിക്ക് പ്രത്യേകിച്ച് ഒരു പാർട്ടിയില്ല. പൂക്കാസ നാളെ വിളിച്ച് ഞാൻ പ്രസംഗിക്കും. പൂക്കാസയെ പ്രസംഗിച്ചിട്ടുണ്ട്, പുരോഗമന സാഹിത്യ സംഘത്തിന്റെ മീറ്റിംഗ് പ്രസംഗിച്ചിട്ടുണ്ട്, തപസ്സുടെ മീറ്റിംഗിനെ പ്രസംഗിച്ചിട്ടുണ്ട്. ഈ വയലാർ അവാർഡ് വാങ്ങിക്കൊണ്ട് താങ്കൾ നിശാഗന്ധി ഓഡിറ്റോറിയത്തിൽ നടത്തിയൊരു പ്രഭാഷണം എന്റെ ഓർമ്മയിലേക്ക് വരികയാണ്. താങ്കൾ അവിടെ എടുത്തു പറഞ്ഞു, ആത്മകഥയ്ക്ക് ആണ് ഇപ്പോൾ ഈ പുരസ്കാരം ലഭിച്ചിരിക്കുന്നത്. പക്ഷേ 12ഓളം കവിതാ സമാഹാരങ്ങൾ ഇതിനോടകം തന്നെ രചിച്ച തനിക്ക് അവിടെ അത് നഷ്ടപ്പെടുന്ന സാഹചര്യം, അല്ലെങ്കിൽ വേണ്ടത്ര പരിഗണന ലഭിക്കാത്തൊരു സാഹചര്യം ഉണ്ടായിരുന്നു. അത് ബോധപൂർവ്വം ഒരു നീക്കത്തിന്റെ ഭാഗമായിട്ടാണെന്ന് കരുതുന്നു. അത് എനിക്കറിയാം. കാരണം ഒരു പ്രാവശ്യം അതിപ്പോ വയലാർ ട്രസ്റ്റിന്റെ സെക്രട്ടറിയായ ശ്രീ ത്രിവിക്രമൻ, ഞങ്ങൾ ത്രിവിക്രമൻ ചേട്ടനാണ് വിളിക്കുന്നത്, അദ്ദേഹം എന്നെ വിളിച്ചു പറയുന്നു, തമ്പിയുടെ അമ്മയ്ക്കൊരു താരാട്ടെന്ന കവിതാ സമാഹാരത്തിനാണ് ഇപ്രാവശ്യത്തെ അവാർഡ്. പക്ഷെ പുസ്തകത്തിന്റെ 3-ാം പതിപ്പ് ഇറങ്ങിയിട്ടില്ല. അപ്പൊ 2 പതിപ്പ് വിറ്റ് കഴിഞ്ഞു, 3-ാം പതിപ്പ് ഇറങ്ങിയിട്ടില്ല. ഒന്നാമത്തെ കാര്യം, ഈ കവിതാ സമാഹാരം 3 പതിപ്പ് എത്തുന്നതന്നെ വിത്തിൻ 1 ഇയർ വളരെ നല്ല അംഗീകാരമാണ്. അപ്പോ ഇങ്ങനെ 3-ാം പതിപ്പ് ഇറങ്ങിയിട്ടില്ല. അപ്പം വയലാർ അവാർഡ് പ്രഖ്യാപിക്കുമ്പോൾ ഈ പുസ്തകം ഉണ്ടെങ്കിൽ 1000 പുസ്തകം വിൽക്കും. അതുകൊണ്ട് DC ബുക്സിനോട് വിളിച്ച് പുസ്തകം ഇറക്കാൻ പറഞ്ഞു. എന്നിട്ട് ത്രിവിക്രമൻ ചേട്ടൻ പറഞ്ഞു, അല്ല തമ്പി പറയണ്ട, ഞാൻ വിളിച്ചോളാന്ന് പറഞ്ഞു. അങ്ങനെ അദ്ദേഹം വിളിച്ച് DC ബുക്സിൽ പറഞ്ഞു, അമ്മയ്ക്കൊരു താരാട്ട് എന്ന സമാഹാരത്തിനാണ്
ഈ വർഷത്തെ വയലാർ അവാർഡ്. പുസ്തകമില്ല, നിങ്ങൾ ഉടനെ അടുത്ത പതി പഠിക്കണമെന്ന്. അങ്ങനെ അവരെ അടുത്ത ആഴ്ചയിൽ തന്നെ അടുത്ത പതി അടിച്ചിറക്കി. പക്ഷെ അവാർഡ് വന്നപ്പോൾ എനിക്കല്ലായിരുന്നു. അതാണ് ഞാൻ ചോദിച്ചത്, എന്തുകൊണ്ടാണ് താങ്കൾ മാത്രം ടാർഗറ്റഡ് ആകുന്നത്? അതെനിക്കറിയില്ല. അതെനിക്കൊന്നും മറുപടിയില്ല. അപ്പോൾ അദ്ദേഹം എന്നോട് പറഞ്ഞത് ഒരു ചെറിയ തെറ്റ്, ഒരു ചെറിയ പ്രശ്നമുണ്ടായി, ചില ഇടപെടലുണ്ടായി, തപ്പി ക്ഷമിക്കണം, ഞാൻ ജീവനോടിരുന്ന അടുത്ത വർഷം തപ്പിക്കാൻ ഈ പുസ്തകത്തിന് അവാർഡ് കിട്ടുമെന്ന് പറഞ്ഞു. പക്ഷെ അടുത്ത വർഷം അത് 5ാമത്തെ വർഷമാണ്. കാരണം എന്റെ പുസ്തകം ഇറങ്ങി 5ാമത്തെ വർഷത്തിൽ 5 വർഷത്തിനുള്ളിൽ നമുക്ക് മത്സരിക്കാൻ പറ്റുള്ളൂ. അപ്പൊ അത് 5ാമത്തെ വർഷമായിരുന്നു. പ്രഭാവർമ്മയുടെ ശ്യാമമാധവം ആദ്യ വർഷമാണ്. പ്രഭാവർമ്മയ്ക്ക് പിന്നെ 4 കൊല്ലമുണ്ട്. അപ്പൊ അവസാനം ഈ 2 ടോപ്പിൽ വന്നത്. അതായത് അമ്മയ്ക്കൊരു താരാട്ടം, ശ്യാമമാധവും വന്നു. അന്നത്തെ കമ്മിറ്റി എന്റെ പുസ്തകം മാറ്റിവെച്ചിട്ട് ശ്യാമമാധവത്തിന് കൊടുത്തു. അപ്പൊ ശ്യാമമാധവത്തിന് പിന്നെ 4 വർഷമുണ്ട്. എനിക്ക് ആ വർഷം കഴിഞ്ഞ് പിന്നെ മത്സരിക്കാൻ പറ്റില്ല. അപ്പൊ പിന്നെ ആ അവാർഡ് എനിക്ക് നിഷേധിക്കപ്പെട്ടു 2ാമത്തെ പ്രാവശ്യം. അപ്പൊ ത്രിവിക്രമൻ ചേട്ടൻ വാക്ക് പാലിച്ചില്ല. അല്ല, ഈ സച്ചിദാനന്ദൻ ക്ലീശ എന്ന് വിശേഷിപ്പിച്ച താങ്കൾ കേരള ഗാനമായി രചിച്ച ആ കവിത ഞങ്ങളുടെ പ്രേക്ഷകർക്ക് വേണ്ടി ഒന്ന് ചൊല്ലാം. അല്ല, അതിപ്പോ നിങ്ങളത് തീരുമാനിക്കണം. ഞാൻ ആ പാട്ട് വരികൾ കേൾപ്പിക്കാം. അപ്പൊ വരികൾ എവിടെയാണ് ക്ലീശ എന്ന് ഇപ്പം കഥകളി എന്ന് പറഞ്ഞിട്ടുണ്ട്, നീള എന്ന് പറഞ്ഞിട്ടുണ്ട്, ഇളനീരെന്ന് പറഞ്ഞിട്ടുണ്ട്. ഇതൊക്കെ ക്ലിഷയാണെന്നായിരിക്കും പിന്നെ സച്ചിദാനന്ദന്റെ വിചാരം. അതൊന്നും ഇനി ഒരുപാട് പ്രയോഗിച്ചാൽ ഇനിയൊന്നും പ്രയോഗിക്കില്ലെന്നുള്ളതായിരിക്കും അത്. പക്ഷെ എനിക്ക് മലയാളി എന്ന നിലയിൽ എനിക്കതൊന്നും പ്രയോഗിക്കാതെ കഥ എഴുതാൻ പറ്റില്ല. സഖിയ പർവ്വതം എന്ന് പറയാൻ പാടില്ല, അത് ക്ലിഷയാണ്. മലയാളം എന്നേ പറയാൻ പാടില്ല, അത് ക്ലിഷയല്ലേ? എത്ര കാലമായിട്ട് പറയുന്ന ഒരു വാക്കാണ്. അല്ല, അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത് പ്രേക്ഷകർക്ക് അത് കേൾക്കണമെന്ന് ഒരു വലിയ ആഗ്രഹം കാണും. ഞാൻ വായിക്കാം. ഞാൻ ഒരു കമ്പോസ് ചെയ്തൊരു പാട്ടായിട്ട് ഇറക്കും. ഞാൻ അങ്ങനെ തീരുമാനിക്കാം. ഇനിയിപ്പോ ഗവൺമെന്റിനോ അക്കാദമിക്കൊന്നും പാട്ട് കൊടുക്കുന്ന പ്രശ്നമില്ല. ഈ പാട്ട് ഞാൻ തന്നെ റെക്കോർഡ് ചെയ്ത് എന്റെ വകയായിട്ട്, എന്റെ സമ്മാനമായിട്ട് ലോക മലയാളികൾക്ക്, ലോകത്തുള്ള എല്ലാവർക്കും മലയാളികൾക്കും ഞാൻ സമ്മാനിക്കും. അത് പകർപ്പവകാശം അവർക്കാണ്, എനിക്ക് പകർപ്പവകാശമില്ല. ആർക്കും ഉപയോഗിക്കാം പാട്ട്. അങ്ങനെയാണ് കൊടുക്കാൻ പോകുന്നത്. സ്കൂളുകളിൽ ഉപയോഗിക്കാം, പിന്നെ സമ്മേളനങ്ങളിൽ ഉപയോഗിക്കാം, ഏത് പാർട്ടിക്കും ഉപയോഗിക്കാം. കാരണം ഇതിനൊരു പാർട്ടിയില്ല. എന്തെങ്കിലും അല്പം ഉണ്ടെങ്കിൽ ഇടതുപക്ഷ ഭാവമാണ്. കാരണം മതേതരത്വത്തെക്കുറിച്ച് പറയുന്ന പാട്ടാണ്. മതേതരത്വം പറയുന്നത് കൃഷിയാണോ സച്ചിദാനന്ദന്റെ അഭിപ്രായത്തിൽ? അപ്പോ ഇതാണ് എന്റെ വരികൾ. ഹരിത ഭംഗി കവിത ചൊല്ലും എന്റെ കേരളം, ഹരിത ഭംഗി കവിത ചൊല്ലും എന്റെ കേരളം, സഹ്യഗിരിതൻ ലാളനയിൽ വിലസും കേരളം, ഇളനീരിൻ മധുരമൂറുമെൻ മലയാളം, വിവിധ ഭാവധാരകൾ തൻ ഹൃദയ സംഗമം. ഇതാണ് പല്ലവി. ഇതെന്താ കൃഷി? ഇനി മലകൾ, പുഴകൾ, കായലുകൾ, കടലോരങ്ങൾ, കാഴ്ച തേടും യാത്രികൾക്ക് കലാശാലകൾ, കഥകൾ ഇതൻ താളം കേട്ടു നിളയൊരുകുന്നു, വഞ്ചിപ്പാട്ടിൽ പാടിപ്പാടി പമ്പ പായുന്നു, കേരളം കേരളം കേരളം. സ്ഥിതി സമത്വ സ്വപ്നം തിരുവോണമാക്കി നമ്മൾ, സ്ഥിതി സമത്വ സ്വപ്നം തിരുവോണമാക്കി നമ്മൾ, മാനവത്വം ഒന്നേ മതമെന്നു ചൊല്ലി നമ്മൾ, പുതുയുഗത്തിൻ പുലരികൾക്കായി കാത്തിരുന്നോർ നമ്മൾ, ഐകമത്യധാരയായി മുന്നേറിടുന്നു നമ്മൾ. സ്വീകരിക്കാൻ പറ്റാത്ത ഏത് പദമാണ് ഇതിനകത്ത്? ഐകമത്യം എന്നുള്ളതാണോ, മതേതരത്വം എന്നുള്ളതാണോ, അതോ സഹ്യപർവ്വതം എന്നുള്ളതാണ്? എന്താണ് ക്ലീശ? അപ്പോൾ അവർ ഈ ക്ലീശ എന്ന് പറഞ്ഞ് തള്ളിയ ഈ കവിത താങ്കൾ അത് എങ്ങനെ ഈ ജനങ്ങളിലേക്ക് എത്തിക്കും, മലയാളികളിലേക്ക് എത്തിക്കും? ഞാനിത് റെക്കോർഡ് ചെയ്യും. നമ്മൾ നല്ലൊരു പാട്ടുകാരനെ കൊണ്ട് പാടിച്ച് ഞാനത് യൂട്യൂബിൽ പോസ്റ്റ് ചെയ്യും. അവരുടെ ഭാഗത്തു നിന്നുണ്ടായ ഈ പ്രതികാര നടപടിക്ക് സർക്കാർ കൂട്ടുനിൽക്കുന്നുണ്ട് എന്ന് താങ്കൾ കരുതുന്നുണ്ടോ? എനിക്കറിയില്ല. അത് ഞാൻ ഈ സാംസ്കാരിക വകുപ്പ് എന്റെ വളരെ അടുത്താണ്. ഞാൻ എന്റെ അനിയത്തി മരിച്ചപ്പോൾ ഇവിടെ വന്നിരുന്നു. അത്ര അടുപ്പമുള്ള ആൾക്കാർ, മനസ്സിലായി. എനിക്ക് അദ്ദേഹത്തോട് അദ്ദേഹം ഇടപെട്ടത്, അദ്ദേഹം ഞാൻ കുറ്റം പറഞ്ഞില്ല. ഗവൺമെന്റ് പിണറായിക്ക് എന്നെ ഇഷ്ടമാണ്, വ്യക്തിപരമായി ഇഷ്ടമാണ്. ഞാൻ ഈ ഗവൺമെന്റ് കുറ്റം പറയില്ല. ഗവൺമെന്റിന് പങ്കുമില്ല. അപ്പൊ ഈ വിവാദം ഉണ്ടായതിന് പിന്നാലെ സർക്കാരിന്റെ ഭാഗത്തുനിന്ന് ഏതെങ്കിലും തരത്തിൽ താങ്കളോട് ഒരു അനുഭാവപൂർണമായ ഒരു പ്രതികരണത്തിനോ അല്ലെങ്കിൽ അത്തരത്തിൽ എന്തെങ്കിലും കാര്യങ്ങൾ സംസാരിക്കുന്ന തരത്തിലേക്ക് കാര്യങ്ങൾ എത്തുന്ന സാഹചര്യം ഉണ്ടായിട്ടുണ്ടോ ഇപ്പോൾ? അല്ല, സാഹചര്യം ഉണ്ടാകേണ്ട കാര്യമില്ല. ഹരിതാരയുടെ പാട്ട് എടുത്തു എന്ന് പറഞ്ഞു കഴിഞ്ഞില്ലേ, പിന്നെ ഇനി പ്രശ്നം ഞാൻ കൊടുക്കത്തില്ലെന്നും പറഞ്ഞില്ലേ, പിന്നെന്ത്? ഒരു പുനർവിചിന്തനത്തിന് അവർ തയ്യാറായാൽ താങ്കളുടെ ഒരു ഇല്ല, എന്നെ സംബന്ധിച്ചോളം അങ്ങനെ എന്റെ ജീവിതത്തിൽ ഉണ്ടായിട്ടില്ല. അപ്പൊ ഇത് ഉറച്ച നിലപാടാണ്. ഇനി
ഉറച്ച നിലപാടാണ്. ഈ സച്ചിദാനന്ദൻ പ്രസിഡന്റും അബൂബക്കർ സെക്രട്ടറി എന്ന കാലത്ത് കേരള സാഹിത്യ അക്കാദമി അവാർഡ് എന്നാലും ഞാൻ വാങ്ങിയില്ല, ഉറപ്പായിട്ടും. അത് കേരള സാഹിത്യ അവാർഡ് ഒരിക്കലും വാങ്ങിയില്ലെന്ന് പറയുന്നില്ല, ഫെലോഷിപ്പ് വായിക്കുക. കാരണം ഇവർ മാറിയിട്ട് പുതിയൊരു ഭരണസമിതി വരുന്നവരെന്നെ അംഗീകരിച്ചാൽ ഞാൻ സ്വീകരിക്കും. അത് താങ്കളുടെ ഭാഗത്തു നിന്ന് അത്തരം ഒരു കടുത്ത നിലപാട് വരുമ്പോൾ താങ്കളെ സ്നേഹിക്കുന്ന ഒരുപാട് താങ്കളുടെ കവിതകളെ ഇഷ്ടപ്പെടുന്ന, താങ്കളുടെ എഴുത്തിനെ ഇഷ്ടപ്പെടുന്ന മലയാള സമൂഹം അവർ അതിനെ എങ്ങനെ നോക്കിക്കാണുമെന്നൊരു ചോദ്യം കൂടി വരുന്നു. എന്റെ ആരാധകരുടെ അഭിപ്രായം നിങ്ങൾ വായിക്കണം, എന്റെ ഫേസ് പോസ്റ്റ് നോക്കണം. എന്റെ ഫേസ് പോസ്റ്റില് 3000-ഓളം പേരാണ് ലൈക്ക് ചെയ്തിരിക്കുന്നത്. അത് 700-ഓളം പേരാണ് കമന്റ്സ് എഴുതിയിരിക്കുന്നത്. അവർ പറഞ്ഞിരിക്കുന്നത് നിങ്ങൾ എന്തിനു പോയി ഈ പണിക്ക്, ഇവന്മാരെ എന്തെഴുതി കൊടുത്തു എന്നാണ് ചോദിച്ചിരിക്കുന്നത്. ഇത്രമാത്രം എന്നെ കുറിച്ച് അഭിമാനമുള്ളവരാണ് എന്റെ ആരാധകർ. തീർച്ചയായിട്ടും അങ്ങനെ പറയുമ്പോൾ ഈ കേരളത്തിൽ സാഹിത്യ അക്കാദമി അല്ലെങ്കിൽ സാംസ്കാരിക സാഹിത്യ പ്രവർത്തകരെയൊക്കെ ഹൈജാക്ക് ചെയ്യുന്ന തരത്തിലേക്ക് അധികാര കേന്ദ്രങ്ങൾ മാറുന്നു എന്നൊരു അത്തരമൊരു വിലയിരുത്തൽ താങ്കൾക്കുണ്ട്? അധികാര കേന്ദ്രം എന്ന് പറഞ്ഞ് ഇതിപ്പോ ഈ പാട്ട് സജീവ് ചെറിയ വായിച്ചിട്ടില്ല. അദ്ദേഹത്തെ കുറ്റപ്പെട്ടിട്ടുള്ള കാര്യം, സജീവ് ചെറിയൻ എന്റെ പാട്ടുകൾ സ്റ്റേജിൽ പാടുന്ന ആളാണ്, എന്റെ ആരാധകനാണ്. പിന്നെ അദ്ദേഹത്തെ കുറിച്ച് ഇനി എന്ത് പറയുന്നത് ഞാൻ. പക്ഷെ അദ്ദേഹം പറഞ്ഞാലും ഈ പാട്ട് സാഹിത്യ അക്കാദമി കേരള ഗവൺമെന്റ് കൊടുക്കുന്ന പ്രശ്നമില്ല. അല്ല, തീർച്ചയായിട്ടും താങ്കൾ ആ നിലപാട് പറയുമ്പോൾ ഞാൻ എടുത്തു ചോദിക്കുകയാണ്, ഈ അവാർഡുകൾ പുരസ്കാരങ്ങൾ ലഭിക്കുന്നത് അധികാര കേന്ദ്രത്തെ പ്രീണിപ്പിക്കുന്നവർക്ക് മാത്രമാണ് എന്ന തരത്തിലുള്ള വിമർശനങ്ങൾ കഴിഞ്ഞ ഏറെ നാളുകളായി കേരളത്തിൽ വിവിധ കോണുകളിൽ നിന്ന് ഉയരുന്നുണ്ട്. താങ്കൾ ആ അഭിപ്രായത്തോട് യോജിക്കുന്നുണ്ടെങ്കിൽ അതെന്തുകൊണ്ടായി? കുറേയൊക്കെ സത്യമാണ്. ഇപ്പൊ നമുക്ക് അവാർഡ് കൊടുക്കുന്ന രീതികൾ കണ്ടറിയാലോ, ആർക്കൊക്കെ മേടിക്കുന്നു കണ്ടറിയാലോ. അത് നമ്മുടെ ഒരിക്കൽ സഖാവ് പിണറായിയുടെ ഒരു മീറ്റിംഗിൽ വെച്ച് ഞാൻ അപേക്ഷിച്ചു, ഈ സാംസ്കാരിക സമിതികളിൽ രാഷ്ട്രീയം വേണ്ട എന്ന് ഞാൻ പറഞ്ഞു. അദ്ദേഹം മറുപടി പറഞ്ഞില്ല. അപ്പൊ അദ്ദേഹം പറഞ്ഞത് താങ്കൾക്ക് അവസരങ്ങൾ തരാത്ത താങ്കൾ അതിനൊക്കെ മേലെ ആയതുകൊണ്ടാണ് എന്നൊരു വാക്കാ മറുപടി പറഞ്ഞത്. അല്ല, നിലവിൽ ഈ സച്ചിദാനന്ദനോടുള്ള താങ്കളുടെ പ്രതികരണം, ശ്രീകുമാരൻ തമ്പിയുടെ പ്രതികരണം? സച്ചിദാനന്ദൻ മനഃപൂർവ്വം ചെയ്തതാണ്. കാരണം സച്ചിദാനന്ദൻ ഈ സ്വയം പ്രഖ്യാപിത അന്തർദേശീയ കവി എന്ന് ഞാൻ സച്ചിദാനന്ദനെ വിളിക്കുമ്പോൾ കേരളത്തിൽ ജീവിച്ച ഏറ്റവും പ്രായമുള്ള ഒരു മഹാസാഹിത്യകാരൻ എന്നെ വിളിച്ച ഉഗ്രമായിട്ടുള്ള ഒരു പ്രയോഗം എനിക്ക് ഇഷ്ടപ്പെട്ടു, അവരെക്കുറിച്ച് പറഞ്ഞത് എന്ന് പറഞ്ഞു. അദ്ദേഹത്തിന്റെ പേര് ഞാൻ പറയുന്നില്ല. കേരളം അംഗീകരിക്കുന്ന ഏറ്റവും വലിയൊരു എഴുത്തുകാരൻ. അപ്പൊ എന്നിട്ട് ചില കാര്യങ്ങൾ അദ്ദേഹത്തെക്കുറിച്ച് എന്നോട് പറഞ്ഞു. യഥാർത്ഥം എന്താണ്, ആരാണ് യഥാർത്ഥ സച്ചിദാനന്ദൻ? അല്ല, അതെന്താണെന്ന് ഈ ഘട്ടത്തിൽ പറഞ്ഞില്ലെങ്കിൽ പിന്നെ എപ്പോൾ പറയാനാണ്? അത് ഞാൻ പറയില്ല. കാരണം വെച്ച് കഴിഞ്ഞാൽ അദ്ദേഹം ഒരു കാര്യം മാത്രം മനസ്സിലാക്കുക, ഈ അനന്തമൂർത്തി സാഹിത്യ അക്കാദമി ഉള്ള സമയം, പ്രസിഡന്റായിരിക്കുന്ന സമയത്താണ് സച്ചിദാനന്ദൻ അവിടെ കടന്നുകൂടുന്നത്. കേന്ദ്ര സാഹിത്യ അക്കാദമിയിൽ എങ്ങനെ കടന്നുകൂടുന്നു? അവിടുത്തെ മാഗസിൻ എഡിറ്ററായിട്ട്. കാരണം അനന്തമൂർത്തിയുടെ വ്യക്തിപരമായ ബന്ധം പ്രയോജനപ്പെടുത്തി അവിടെ കടന്നുകൂടുന്നു. അപ്പോൾ BJP ആണ് ഇന്ത്യ ഭരിക്കുന്നത് എന്ന് മനസ്സിലാക്കണം. വാജ്പേയിയാണ് പ്രധാനമന്ത്രി. അത് കഴിഞ്ഞ് അവിടെ ഇരുന്നുകൊണ്ട് BJP ഭരിക്കുന്ന കാലത്ത് മാർക്സിസ്റ്റുകാരനായ ഒരിക്കൽ നക്സലൈറ്റ് ആയിരുന്ന സച്ചിദാനന്ദൻ അടികിട്ട് പറഞ്ഞപ്പോഴാണ് മാറിയത്. അത് നക്സലൈറ്റിന്റെ കൂടെ നിന്ന ആളാണ്, നക്സലൈറ്റ് മാസികകൾ എഡിറ്റ് ചെയ്യുന്ന ആളാണ് അദ്ദേഹം. അവിടെ ഈ BJP ഭരിക്കുന്ന കാലത്ത്, ഹിന്ദുത്വത്തിന്റെ പാർട്ടി ഭരിക്കുന്ന കാലത്ത് വാജ്പേയി പ്രധാനമന്ത്രിയിരിക്കുമ്പോൾ സാഹിത്യ അക്കാദമി കയറി പറ്റിയ ആളാണ്, കേന്ദ്ര സാഹിത്യ അക്കാദമി പറ്റി. അപ്പൊ അതിന്റെ വ്യക്തിത്വത്തെക്കുറിച്ച് കൂടുതൽ പറയേണ്ട ആവശ്യമില്ലല്ലോ. അപ്പൊ അവിടെ ഞാൻ തന്നെ പോവില്ല, ഉറപ്പായിട്ട് പോവില്ല. എനിക്ക് വിശ്വാസമില്ലാത്ത ഒരു ആദർശ കൊണ്ടുനടക്കുന്ന പാർട്ടി ഭരിക്കുന്ന സമയത്ത് ഞാൻ അവിടെ പോയിരിക്കില്ല, തീർച്ചയാണ്. അപ്പൊ അതുകൊണ്ട് അവിടെ ഇരിക്കുന്നു. പിന്നെ അവിടെ ഇരുന്ന് അദ്ദേഹം തന്ത്രപൂർവ്വം അതിന്റെ സെക്രട്ടറിയായിട്ട് മാറുന്നു. അങ്ങനെ കേന്ദ്ര സാഹിത്യ അക്കാദമി സെക്രട്ടറി ഡൽഹി വാസിയാക്കുന്നു. അങ്ങനെ ഡൽഹിയിൽ ഇരുന്നുകൊണ്ട് എല്ലാ പരിചയങ്ങളും പ്രയോജനപ്പെടുത്തി അദ്ദേഹം നേട്ടങ്ങൾ ഉണ്ടാക്കുന്നു. കാരണം ഇന്ത്യൻ സാഹിത്യ അക്കാദമിയുടെ സെക്രട്ടറിയായിട്ട് ഇരിക്കുമ്പോൾ വിദേശത്തുള്ള കവികളെയും ഒക്കെ കൊണ്ടിരുന്നു, അവരൊക്കെ പരിചയപ്പെടുന്നു, ധാരാളം ബന്ധങ്ങൾ സൃഷ്ടിക്കുന്നു. അവരുടെയൊക്കെ കവിതകൾ മലയാളത്തിലേക്ക് പരിഭാഷപ്പെടുത്തി അവരെ അറിയിക്കുന്നു. നിങ്ങളുടെയൊക്കെ കവിതകൾ ഞാനിവിടെ പരിഭാഷപ്പെടുത്തിയിട്ടുണ്ട്. അങ്ങനെ അദ്ദേഹം ഒരു അന്തർദേശീയ കവിയാകാൻ പരമാവധി ശ്രമിക്കുന്നു. എന്തിനാ പറയുന്നത്? നോബൽ സമ്മാനത്തിന് രവീന്ദ്രനാഥ് ടാഗോർ കഴിഞ്ഞാൽ അടുത്ത് സാധ്യതയുള്ള ഒരാൾ സച്ചിദാനന്ദൻ വരെ ഇദ്ദേഹത്തിന്റെ കുറെ ഫ്രണ്ട്സ് പറഞ്ഞു നടന്നു. ചിരിക്കാൻ എന്ത് ചെയ്യും? നമുക്ക് ചിരിക്കാനല്ലേ പറ്റുള്ളൂ. അപ്പൊ അതുകൊണ്ട് അത് അത്ര സമർത്ഥനാണ് അദ്ദേഹം. ഇങ്ങനെ ഒരു കാര്യങ്ങൾ നേടിയെടുക്കാൻ അതിസമർത്ഥനാണ് സച്ചിദാനന്ദൻ. അല്ലെ, സ്വന്തം കഴിവിൽ വിശ്വാസമില്ലാത്തതുകൊണ്ട് അദ്ദേഹം ഒരു വളഞ്ഞ വഴി സ്വീകരിക്കുന്നു എന്നാണോ താങ്കൾ പറഞ്ഞു വരുന്നത്? അങ്ങനെ എനിക്ക് പറയാൻ പറ്റില്ല. അദ്ദേഹം ഒരു കവിതയുടെ അവസാന ഭാഗമെന്നാണെന്ന് ഞാൻ വിശ്വസിക്കുന്നില്ല. അദ്ദേഹത്തെക്കാൾ വളരെ മികച്ച കവിയാണ് ബാലചന്ദ്രൻ ചുള്ളിക്കാട്, യാതൊരു സംശയമില്ല.
അദ്ദേഹത്തോടും ഇത്തരത്തിൽ അദ്ദേഹത്തിന് ദുരനുഭവം തന്നെ സച്ചിദാനന്ദനേക്കാൾ ഞാൻ ഇഷ്ടപ്പെടുന്ന മറ്റൊരു KG ശങ്കരപ്പിള്ള ഞാൻ സച്ചിദാനന്ദനെ കൂടുതൽ ഇഷ്ടപ്പെടുന്ന കവിയാണ്. അല്ല, ഈ താങ്കൾ തന്നെ നേരത്തെ സൂചിപ്പിച്ചല്ലോ ബാലേന്ദ്രൻ ചുള്ളിക്കാടിനും സമാനമായ രീതിയിലുള്ള ദുരനുഭവങ്ങൾ സാഹിത്യ അക്കാദമിയുടെ ഭാഗത്തുനിന്ന് നേരിട്ടിട്ടുണ്ട് എന്നാണ് മനസ്സിലാക്കുന്നത്. അങ്ങനെയാണെങ്കിൽ അതേ ഒരു പ്രതികാര നടപടിയാണോ അദ്ദേഹത്തോട് ഉണ്ടായതെന്ന് പറയാൻ കഴിയുമോ? ആയിക്കൂടുന്നില്ല. കാരണം ഈ ബാലേന്ദ്രൻ ചുള്ളിക്കാടിനൊക്കെ ഉള്ളിന്റെ ഉള്ളിൽ അല്പം നീരസം തോന്നാവുന്ന ഒരാൾ വ്യക്തിത്വമാണ് സച്ചിദാനന്ദന്റേത്. അപ്പോൾ അങ്ങനെയാണെങ്കിൽ ഞാൻ അവസാനമായി ഒരു ചോദ്യം കൂടെ ചോദിക്കുന്നു. കേരള സാഹിത്യ അക്കാദമിയോട് താങ്കൾ പൂർണ്ണമായ അയിത്തം പ്രഖ്യാപിക്കുകയാണ്? സച്ചിദാനന്ദൻ പ്രസിഡന്റായിരിക്കുന്ന കാലം ഞാൻ അയിത്തം പ്രഖ്യാപിക്കുകയാണ്. യാതൊരു സംശയമില്ല. ഇനി ആ അക്കാദമിയുടെ എനിക്കൊരു ബന്ധവുമില്ല. സച്ചിദാനന്ദന് അധികാരത്തിലിരിക്കുമ്പോൾ ഞാൻ പുരസ്കാരവും മേടിക്കുകയില്ല. സർക്കാരിന്റെ ഭാഗത്തുനിന്ന് എന്ത് പുരസ്കാരം വന്നാലും അത് തിരസ്കരിക്കാൻ തന്നെയാണ്. സാഹിത്യ അക്കാദമിയുടെ കേരള സാഹിത്യ അക്കാദമിയിൽ നിന്ന് കിട്ടുന്ന പുരസ്കാരങ്ങൾ ഞാൻ സ്വീകരിക്കുകയില്ല. സച്ചിദാനന്ദൻ അവിടെ ഉള്ളിടത്തോളം കാലം. സച്ചിദാനന്ദൻ പോയി കഴിഞ്ഞാൽ പിന്നെ എനിക്ക് ആലോചിക്കണം. അപ്പോൾ സർക്കാരിന്റെ ഭാഗത്തുനിന്ന് ഒരു അനുനയ നീക്കം ഉണ്ടായാൽ അതിനോടും സഹകരിക്കില്ലെന്നാണ് ഈ പാർട്ടിയെ സംബന്ധിച്ചോളം ഇല്ല. ഈ പാർട്ടിയുടെ കാര്യം കഴിഞ്ഞു. ഇനി വേറൊരു പാർട്ടിയുടെ പ്രശ്നമില്ല. ഈ പാർട്ടി ഞാൻ ജനങ്ങൾക്ക് വേണ്ടി പോസ്റ്റ് ചെയ്യാൻ പറഞ്ഞാൽ ജനങ്ങൾക്ക് കൊടുക്കും ഞാൻ. അപ്പോൾ അശ്വതി, അങ്ങനെയാണ് അദ്ദേഹത്തിന്റെ പ്രതികരണം. ഉറച്ച നിലപാടാണ്. ഒരു തരത്തിലും വിട്ടുവീഴ്ചയ്ക്ക് താൻ ഇല്ല എന്നാണ് ന്യൂസ് 18നോട് ശ്രീകുമാരൻ തമ്പി വ്യക്തമാക്കുന്നത്. പ്രതികാര നടപടിയാണ് സച്ചിദാനന്ദന്റെ ഭാഗത്തുനിന്ന് തന്നോട് ഉണ്ടായതെന്നും അദ്ദേഹം നമ്മളോട് പ്രതികരിക്കുകയാണ്. അശ്വതി, ശരി. ഡാൻ കുര്യനാണ് ഇപ്പോൾ ശ്രീകുമാരൻ തമ്പിക്കൊപ്പം തത്സമയം ചേർന്നത്. അദ്ദേഹം ഉറച്ച നിലപാടിലാണ് എന്നാണ് നമ്മൾ അദ്ദേഹത്തിന്റെ വാക്കുകൾ കേൾക്കുമ്പോൾ മനസ്സിലാക്കുന്നത്. ഏറ്റവും പ്രധാനമായി ന്യൂസ് 18നോട് അദ്ദേഹം പറഞ്ഞ കാര്യം ഇതാണ്: തന്റെ നിലപാടിൽ മാറ്റമില്ല. ഒപ്പം സച്ചിദാനന്ദൻ അക്കാദമിയിൽ ഉള്ളിടത്തോളം കാലം അക്കാദമിയോട് അയിത്തം പ്രഖ്യാപിക്കുകയാണ് താൻ. അവിടെ നിന്നൊരു അവാർഡ് തരികയാണെങ്കിൽ, പുരസ്കാരം തരികയാണെങ്കിൽ അത് വാങ്ങില്ല സച്ചിദാനന്ദൻ അവിടെ ഉള്ളിടത്തോളം കാലം എന്ന് പറയുന്നു. വ്യക്തിപരമായി തന്നെ സച്ചിദാനന്ദനെ കുറിച്ചുള്ള പല വിമർശനങ്ങളും അദ്ദേഹം ഉന്നയിക്കുകയുണ്ടായി. ഈ കേരള ഗാനവുമായി ബന്ധപ്പെട്ട് ഇനി ആര് മുൻകൈയെടുത്ത് തന്നോട് ചർച്ചയ്ക്ക് വന്നാലും ഈ പാട്ടിനി താൻ കൊടുക്കില്ല, ക്ലീഷേ എന്ന് പറഞ്ഞ് അപമാനിച്ചവരോട് അദ്ദേഹം പറഞ്ഞ മറുപടി മലയാളം എന്ന വാക്കും, അല്ലെങ്കിൽ മലയാളം ക്ലീഷയാണോ, അത് കുറെ കാലമായി പറയുന്നതല്ലേ എന്ന തരത്തിലുള്ള വാക്കുകളും അദ്ദേഹത്തിന്റെ ഭാഗത്തു നിന്നുണ്ടായി. ഡാൻ തുടരുന്നുണ്ട്. ഡാൻ, എന്തായാലും ഉറച്ച നിലപാടാണ്. എനിക്ക് തോന്നുന്നു ഇതുവരെയും അദ്ദേഹം പറഞ്ഞതിൽ ഏറ്റവും പ്രധാനമായി പറഞ്ഞത് ആ പുരസ്കാരം സച്ചിദാനന്ദൻ അവിടെ ഉള്ളിടത്തോളം അവിടെ നിന്ന് ലഭിക്കുന്ന ഒരു പുരസ്കാരം പോലും താൻ വാങ്ങില്ല എന്നുള്ളതാണ്. വളരെ ഗൗരവത്തിലെടുത്തിരിക്കുന്നു അദ്ദേഹം കാര്യങ്ങൾ എന്നുള്ളതാണ്. വളരെയധികം അദ്ദേഹത്തിന് വേദനിച്ചിരിക്കുന്നു എന്നുള്ളതാണ്. എന്തായാലും കേരള ഗാന വിവാദം, അതിൽ കൃത്യമായി നിലപാട് പറഞ്ഞിരിക്കുകയാണ് ശ്രീകുമാരൻ തമ്പി. അല്പസമയം മുമ്പാണ് ഡാൻ കുര്യനോട് അദ്ദേഹം സംസാരിച്ചത്. താൻ എഴുതിയ ഗാനം ക്ലീഷേ എന്ന് പറയാൻ സച്ചിദാനന്ദൻ ഒരു അവസരം ഒരുക്കുകയായിരുന്നു. അവർ ഒരുക്കിയ കെണിയിൽ താൻ വീണു എന്നും മന്ത്രി നിർബന്ധിച്ചാൽ പോലും ഇനി ഗാനം നൽകില്ല എന്നും, അത് തന്റെ ആരാധകരായ മലയാളികൾക്ക്, ലോക മലയാളികൾക്ക് ആ ഗാനം യൂട്യൂബിലൂടെ താൻ തന്നെ റെക്കോർഡ് ചെയ്ത് ഒരു നല്ല പുതിയ പാട്ടുകാരനെ വെച്ച് പാടിച്ച് അത് യൂട്യൂബിൽ ഇടുമെന്നുമാണ് അദ്ദേഹം പറഞ്ഞത്. എന്തായാലും ഡാൻ തുടരുന്നുണ്ട്. ഡാൻ, ഏറ്റവും പ്രധാനമായി പറഞ്ഞത് സച്ചിദാനന്ദൻ അക്കാദമിയിൽ ഉള്ളിടത്തോളം കാലം ഒരു പുരസ്കാരം പോലും താൻ അവിടെ നിന്ന് വാങ്ങില്ല എന്നുള്ളത് തന്നെയാണ് വളരെ പ്രധാനം. അവസാന ചോദ്യത്തിൽ, ഡാന്റെ അവസാന ചോദ്യത്തിൽ അയിത്തം അവിടെ അങ്ങനെ തന്നെ തുടരും ആ അയിത്തം എന്നാണ് പറഞ്ഞത്. സച്ചിദാനന്ദൻ ഇറങ്ങും വരെ അയിത്തം ഉണ്ടാകും എന്നാണ് പറഞ്ഞത്. മന്ത്രി പറഞ്ഞാലും ആ ഗാനം ഇനി തരില്ല എന്നും പറയുന്നു. അശ്വതി, ഉറച്ച നിലപാടിലാണ് അദ്ദേഹം ഇപ്പോൾ അദ്ദേഹത്തിന്റെ അഭിപ്രായം വ്യക്തമാക്കിയിരിക്കുന്നത്. തന്നോട് പ്രതികാര നടപടിയാണ്, വ്യക്തിപരമായ പ്രതികാര നടപടിയാണ് സച്ചിദാനന്ദന്റെ ഭാഗത്തുനിന്ന് ഉണ്ടായിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ ഇതുമായി ബന്ധപ്പെട്ട് ഒരു അനുനയ നീക്കങ്ങൾക്കും വഴങ്ങുകയില്ല എന്ന് അദ്ദേഹം വ്യക്തമാക്കിയിരിക്കുകയാണ്. കഴിഞ്ഞ ഏറെ നാളുകളായി ശ്രീകുമാരൻ തമ്പിയോട് സച്ചിദാനന്ദന് വ്യക്തിപരമായി അദ്ദേഹം നേരത്തെ ഉന്നയിച്ച ഒരു വിമർശനത്തിന്റെ പേരിൽ വ്യക്തിവിരോധം നിലനിന്നിരുന്നു. അവിടെ ഇത് കൃത്യമായ ഒരു കാരണമാക്കി മാറ്റി തന്നെ അപമാനിക്കാനുള്ള ശ്രമമാണ്
സച്ചിദാനന്ദന്റെ ഭാഗത്തുനിന്ന് ഉണ്ടായിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ സച്ചിദാനന്ദന്റെ ഭാരവാഹിത്വത്തിൽ ഉള്ളിടത്തോളം കാലം കേരള സാഹിത്യ അക്കാദമിയുമായി ഒരു തരത്തിലുള്ള സഹകരണത്തിനും തയ്യാറല്ല. ഒരു തരത്തിലുള്ള ചർച്ചകൾക്കും വിട്ടുവീഴ്ചകൾക്കും താൻ സമ്മതിക്കുകയില്ല എന്നും അദ്ദേഹം വ്യക്തമാക്കിയിട്ടുണ്ട്. സ്വാഭാവികമായി ശ്രീകുമാരൻ തമ്പിക്ക് മാത്രമല്ല ബാലചന്ദ്രൻ ചുള്ളിക്കാടിനും സമാനമായ തരത്തിലുള്ള ദുരനുഭവം നേരിട്ടിട്ടുണ്ട്. അദ്ദേഹത്തിനും ഇത്തരത്തിലുള്ള നീരസമുണ്ട്. കൃത്യമായി തന്റെ രാഷ്ട്രീയം ഇടതുപക്ഷത്തോട് ചേർന്ന് നിൽക്കുന്നതാണ്. തന്റെ കുടുംബം ഇടതുപക്ഷവുമായി ബന്ധമുള്ള കുടുംബമാണ്. മുഖ്യമന്ത്രി പിണറായി വിജയനുമായി തനിക്ക് അടുത്ത ബന്ധമുണ്ട്. സർക്കാരിനെ മറ്റു തരത്തിൽ വിമർശിക്കാൻ അതിൽ വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യം ഈ കേരള ഗാന വിവാദത്തിൽ അല്ല ഇത് തുടങ്ങുന്നത് എന്നുള്ളതാണ്. അവിടെ ശ്രീകുമാരൻ തമ്പി പറയുന്നത് നേരത്തെ ഇത്തരത്തിലൊരു ഹൈന്ദവ സംഘടനയുടെ പുരസ്കാരം വാങ്ങുന്നതുമായി ബന്ധപ്പെട്ട് സച്ചിദാനന്ദൻ അതിൽ നീരസമുണ്ടായിരുന്നു തന്നോട്. അതിന്റെ പ്രതികാരമായാണ് ഇപ്പോൾ ഈ ഗാനം എഴുതി കൊടുത്തതും തന്നോടത് നിർബന്ധിച്ച് എഴുതാൻ പറയുകയും ആദ്യം താനില്ല എന്ന് പറഞ്ഞ് ശ്രീകുമാരൻ തമ്പി ഒഴിഞ്ഞു മാറാൻ ശ്രമിച്ചെങ്കിലും എഴുതണം എന്ന് പറഞ്ഞ് നിർബന്ധിക്കുകയും എഴുതി കൊടുത്തപ്പോൾ ഇത് അവഗണിക്കുകയുമാണ് ചെയ്തത്. അങ്ങനെയാണ് അദ്ദേഹം പറയുന്നത്. അതായത് ഇതിനു മുമ്പൊരു സംഭവം ഉണ്ട്, അതിന്റെ ഒരു പ്രതികാര നടപടി എന്നോണമാണ് എന്നാണ് അദ്ദേഹം പറയുന്നത് അല്ലെ? തീർച്ചയായിട്ടും അശ്വതി സൂചിപ്പിച്ച പോലെ തന്നെ ആ സംഘടനയുടെ ആ വേദി പങ്കിട്ടതുമായി ബന്ധപ്പെട്ട് നേരത്തെ തന്നെ ഉടലെടുത്ത അഭിപ്രായ വ്യത്യാസം അത് സമൂഹ മാധ്യമങ്ങളിലൂടെ അടക്കം പരസ്പരം വിമർശിക്കുന്ന നടപടികൾ ഉണ്ടാകുന്നു. അതിനെ വിമർശിച്ചുകൊണ്ട് ഒരു അന്തർദേശീയ കവി സാഹിത്യകാരൻ എന്ന തരത്തിൽ പരോക്ഷമായി സച്ചിദാനന്ദനെ സൂചിപ്പിച്ചുകൊണ്ട് ശ്രീകുമാരൻ തമ്പി നടത്തിയ പരാമർശത്തിൽ കൃത്യമായ ഒരു പ്രതികാരം അന്നു മുതൽ തന്നെ സച്ചിദാനന്ദന്റെ മനസ്സിലുണ്ട്. ആ പ്രതികാരമാണ് പകവീട്ടൽ പോലെ ഇപ്പോൾ ഈ കേരള ഗാനവുമായി ബന്ധപ്പെട്ട ഉണ്ടായ വിവാദങ്ങളിൽ പ്രതിഫലിച്ചിരിക്കുന്നത് എന്നാണ് ശ്രീകുമാരൻ തമ്പി പറഞ്ഞു വെക്കുന്നത്. അവിടെ കേന്ദ്ര സാഹിത്യ അക്കാദമിയിലടക്കം സച്ചിദാനന്ദൻ ഉന്നത സ്ഥാനങ്ങളിൽ എത്തിയതിന് പിന്നിൽ ഉള്ള കഥകളെക്കുറിച്ച് തനിക്കറിയാം. പക്ഷേ കൂടുതൽ പ്രതികരണങ്ങളിലേക്ക് താൻ കടക്കുന്നില്ല. അവിടെ കൃത്യമായി ഒരാളുടെ വ്യക്തിത്വത്തെ തന്നെ ചോദ്യം ചെയ്യുന്ന തരത്തിലേക്കുള്ള രൂക്ഷമായ വിമർശനമാണ് ശ്രീകുമാരൻ തമ്പിയുടെ ഭാഗത്ത് നിന്ന് ഉണ്ടാകുന്നത്. ഒരു തരത്തിലുള്ള ഒരു വിട്ടുവീഴ്ചയ്ക്കും അല്ലെങ്കിൽ അനുനയത്തിനും ശ്രീകുമാരൻ തമ്പി എന്ന സാഹിത്യകാരൻ മലയാളം കേരളം ഏറെ ബഹുമാനത്തോടെ നോക്കിക്കാണുന്ന ഒരു കവി, അദ്ദേഹത്തിന്റെ ഭാഗത്ത് നിന്ന് വളരെ വൈകാരികമായ ഒരു പ്രതികരണം. ഒരു തരത്തിലും സാഹിത്യ അക്കാദമിയിൽ സച്ചിദാനന്ദനും അബൂബക്കറും തുടരുന്നിടത്തോളം കാലം അവരുമായി ചേർന്നുകൊണ്ടുള്ള വിട്ടുവീഴ്ചകൾക്കോ അല്ലെങ്കിൽ അവരോട് ചേർന്നുകൊണ്ടുള്ള സാഹിത്യ അക്കാദമിയുമായി ബന്ധപ്പെട്ട യാതൊരു പ്രവർത്തനങ്ങൾക്കും താൻ ഉണ്ടായിരിക്കുകയില്ല എന്ന അസന്നിഗ്ധമായി അടിവരയിട്ട് പറയുകയാണ് ശ്രീകുമാരൻ തമ്പി. ഇനി രാഷ്ട്രീയ കേരളത്തിന്റെ പ്രതികരണം അതിൽ വരേണ്ടതുണ്ട്. സാംസ്കാരിക മന്ത്രിയുടെ ഭാഗത്ത് നിന്ന് അതിലൊരു കാര്യം നമുക്ക് ഇത്ര നേരം സംസാരിച്ചപ്പോൾ നമുക്ക് വ്യക്തമായി മനസ്സിലായ ഒരു കാര്യം ഇതാണ്. അയിത്തമുണ്ട് എന്ന് പറയുമ്പോഴും അത് സച്ചിദാനന്ദൻ എന്ന വ്യക്തിയോടാണ് ശരിക്കും അയത്തും. അതായത് കേരള സാഹിത്യ അക്കാദമിയോടല്ല. അയാൾ തലപ്പത്തിരിക്കുമ്പോൾ താൻ അവാർഡുകൾ സ്വീകരിക്കില്ല എന്നാണ് പറയുന്നത്. ഒപ്പം ഈ നേരത്തെ ഡാൻ പറഞ്ഞതുപോലെ അയാളുടെ വ്യക്തിപരമായ കാര്യങ്ങളിലും വലിയ വിമർശനങ്ങളൊക്കെ ഉന്നയിച്ചിരുന്നു. കവി എന്ന നിലയിലും അദ്ദേഹത്തെ വിമർശിച്ചിരുന്നു. അപ്പോൾ സർക്കാരിനോട് തനിക്ക് പ്രശ്നമില്ല, സർക്കാരിന് തന്നോട് പ്രശ്നമില്ല, അതൊരു രാഷ്ട്രീയ പ്രേരിതമാണെന്ന് വിചാരിക്കുന്നില്ല. ഈ ഒരൊറ്റ വ്യക്തിയാണ് അദ്ദേഹത്തിന് പ്രശ്നം. മറ്റൊന്ന് സജി ചെറിയാൻ തന്റെ ആരാധകനാണ് എന്നാണല്ലോ അദ്ദേഹം പറഞ്ഞത്. അദ്ദേഹത്തിന്റെ കവിതകൾ സജി ചെറിയാൻ ചൊല്ലാറുണ്ട് എന്ന് വരെ അദ്ദേഹം പ്രതികരിക്കുകയുണ്ടായി. അതായത് സർക്കാരുമായി ഒരു ഏറ്റുമുട്ടലിലേക്ക് പോകുന്നില്ല എന്നാണ് അദ്ദേഹവുമായി നടത്തിയ അദ്ദേഹത്തിന്റെ പ്രതികരണം തേടുന്ന ഘട്ടത്തിൽ ആവർത്തിച്ചുള്ള ചോദ്യങ്ങൾക്ക് അദ്ദേഹം നൽകിയ ഉത്തരങ്ങളിൽ നിന്ന് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്ന കാര്യം ഒരു തരത്തിലും സർക്കാരുമായോ മുഖ്യമന്ത്രിയുമായോ സാംസ്കാരിക വകുപ്പുമായോ ഒന്നും യാതൊരു തരത്തിലുള്ള നേർക്കുനേർ ഏറ്റുമുട്ടലിലേക്ക് പോകാനുള്ള ഒരു മനസ്സ് അദ്ദേഹത്തിനില്ല. അത്തരത്തിലൊരു നീക്കമില്ല. അങ്ങനെ ഒരു ഏറ്റുമുട്ടലിലേക്ക് പോകേണ്ട സാഹചര്യമുണ്ട് എന്ന് അദ്ദേഹം കരുതുന്നുമില്ല. ഇവിടെ കൃത്യമായി കേരള സാഹിത്യ അക്കാദമിയുമായി ബന്ധപ്പെട്ട് കുറച്ചുകൂടി വ്യക്തമായി പറഞ്ഞാൽ സച്ചിദാനന്ദനുമായി ബന്ധപ്പെട്ട് ഉണ്ടായിരിക്കുന്ന വിവാദങ്ങൾ, ആ വിവാദങ്ങളിൽ സച്ചിദാനന്ദൻ തന്നോട് പകപോക്കൽ നടത്തുകയാണ്. അതുകൊണ്ട് തന്നെ കേരള സാഹിത്യ അക്കാദമിയോട് തനിക്ക് ഐക്യമില്ല, വിയോജിപ്പില്ല. പക്ഷേ ഇദ്ദേഹം സ്ഥാനത്ത് തുടരുന്നിടത്തോളം കാലം, അതായത് സാഹിത്യ അക്കാദമിയെ സച്ചിദാനന്ദനും അബൂബക്കറും നയിക്കുന്നിടത്തോളം കാലം ആ സംഘടനയുമായി യാതൊരു തരത്തിലുള്ള ഒരു ബന്ധവും ഉണ്ടായിരിക്കില്ല. അതിനപ്പുറത്തേക്ക് ആ ബന്ധം ഉണ്ടാകാം, അത് കാത്തുസൂക്ഷിക്കാം. അവിടെ മറ്റ് പ്രശ്നങ്ങളൊന്നും ഉള്ളതായിട്ട് അദ്ദേഹം പറയുന്നില്ല. സച്ചിദാനന്ദൻ എന്ന വ്യക്തിക്ക്
ശ്രീകുമാരൻ തമ്പിയോടുള്ള വ്യക്തിവിരോധമാണ് ഇത്തരത്തിലുള്ള ഒരു തന്നെ തിരസ്കരിക്കുന്ന തരത്തിലേക്ക് നമസ്കരിക്കുന്ന തരത്തിലേക്ക് ആ കവിത ക്ലീശയാണ് എന്ന് പറഞ്ഞ് തള്ളുന്ന തരത്തിലേക്ക് ഒരു നടപടിയിലേക്ക് കടന്നതെന്ന് പറയുന്നു. ഹരിനാരായണനുമായി തനിക്ക് വളരെ അടുത്ത ബന്ധമാണുള്ളത്. അതുകൊണ്ട് തന്നെ ഹരിനാരായണന്റെ കവിത അങ്ങനെ തെരഞ്ഞെടുക്കപ്പെട്ടതിൽ തനിക്ക് സന്തോഷമേ ഉള്ളൂ. അത് തന്നെയായിരിക്കണം കേരള ഗാനമായി അംഗീകരിക്കുന്നത്. ഈ ക്ലീശയിലും കൂടി ഒരു വ്യക്തമായ മറുപടി അദ്ദേഹത്തിന്റെ ഭാഗത്തു നിന്നുണ്ടായിരുന്നു. രസകരം കൂടിയായിരുന്നു. ക്ലീശയെ താൻ എഴുതിയ പാട്ട് നമുക്ക് വേണ്ടി പാടിക്കൊണ്ടാണ് അദ്ദേഹം ചോദിച്ചത്, ഇതിൽ ഏത് വരികളാണ് ക്ലീശ എന്ന് ചോദിക്കുകയും അങ്ങനെയാണെങ്കിൽ മലയാളം കുറെ കാലങ്ങളായി നമ്മൾ പറയുന്നതല്ലേ, അതും ക്ലീശ അല്ലേ എന്നൊക്കെ ചോദിച്ചു അല്ലേ? തീർച്ചയായിട്ടും ഈ ക്ലീശ എന്ന വാക്ക് അദ്ദേഹം കൃത്യമായി അദ്ദേഹത്തിനെതിരെ പകപോക്കാൻ വേണ്ടി ഉപയോഗിച്ച തിരഞ്ഞെടുത്ത ഒരു ബോധപൂർവമായ വാക്കാണ് ക്ലീശയെ. ആ ക്ലീശയെ ഉപയോഗിച്ചുകൊണ്ട് തന്നെ ഇല്ലാതാക്കാനുള്ള ബോധപൂർവമായ ശ്രമമാണ് സാഹിത്യ അക്കാദമിയുടെയും സച്ചിദാനന്ദന്റെയും ഭാഗത്തുനിന്ന് ഉണ്ടായിരിക്കുന്നത്. വിളിച്ചു വരുത്തി അപമാനിക്കുന്നതിന് തുല്യമായ ഒരു നടപടി സാഹിത്യ അക്കാദമിയുടെ ഭാഗത്തുനിന്ന് ഉണ്ടായിരിക്കുന്നു. അവിടെ താൻ വിട്ടുവീഴ്ചയ്ക്ക് ഇല്ല, ഒരു തരത്തിലുള്ള പുനർവിചിന്തനത്തിനുമില്ല, ഒരു തരത്തിലുള്ള അനുനയ നീക്കങ്ങൾക്കും താൻ നിന്നു കൊടുക്കത്തുമില്ല എന്ന ഉറച്ച നിലപാടിലൂടെ സാഹിത്യ അക്കാദമിക്കുള്ളിൽ തന്നെ വലിയ തരത്തിലുള്ള കോളിളക്കങ്ങൾക്ക് വഴിവെക്കാവുന്ന ഉറച്ച നിലപാടുമായാണ് ശ്രീകുമാരൻ തമ്പി ഇപ്പോൾ മാധ്യമങ്ങൾക്ക് മുമ്പിൽ രംഗത്തെത്തിയിരിക്കുന്നത്. ശരി, ഡാൻ കുര്യനാണ് തിരുവനന്തപുരത്ത് നിന്നും വിവരങ്ങൾ നൽകിയത്. കേരള ഗാന വിവാദത്തിൽ പ്രതികരണവുമായി സാഹിത്യ അക്കാദമി ചെയർമാൻ സച്ചിദാനന്ദൻ. ശ്രീകുമാരൻ തമ്പിയുടെ ഗാനം ഒഴിവാക്കിയിട്ടില്ല. നിലവിൽ 3 പേരുടെ ഗാനങ്ങൾ തെരഞ്ഞെടുത്തിട്ടുണ്ട്. ഇപ്പോൾ കമ്മിറ്റിക്ക് കൂടുതൽ ഇഷ്ടപ്പെട്ടത് BK ഹരിനാരായണൻ എഴുതിയ വരികളാണ്. സംഗീതം നൽകിയ ശേഷം മാത്രം അന്തിമ തീരുമാനമെടുക്കും. ശ്രീകുമാരൻ തമ്പിയുടെ ഗാനമാണ് കൂടുതൽ ഇഷ്ടപ്പെട്ടതെങ്കിൽ അത് തെരഞ്ഞെടുക്കുമെന്നും സച്ചിദാനന്ദൻ പറഞ്ഞു. കമ്മിറ്റി കൂടുമ്പോൾ എങ്ങനെയാണ് പറയുക എന്നുള്ളത് അതിലിപ്പോൾ എം ലീലാവതിയുണ്ട്, ഏഴാശ്ശേരി രാമേന്ദ്രൻ്റെ, MR രാഘവാരുണ്ട്, അങ്ങനെയുള്ള കുറച്ച് ആളുകളുടെ ഒരു ഗവൺമെൻറ് തന്നെ നിയമിച്ചൊരു കമ്മിറ്റിയാണ്. ഞങ്ങൾ അതിലൊരു ഏജൻസി മാത്രമാണ് വാസ്തവത്തിൽ. അപ്പോൾ ആ കമ്മിറ്റിയുടെ ഫൈനൽ തീരുമാനമായി കഴിഞ്ഞാൽ മാത്രമേ നമുക്ക് അതല്ല വേറൊരെണ്ണം എടുത്തതെന്ന് പറയാൻ കഴിയുള്ളൂ. ഒന്നും നമ്മൾ പകരം കൃത്യമായിട്ട് എടുത്തിട്ടില്ല. അപ്പോൾ അത് കഴിയുന്നത് വരെ നമുക്ക് ഒരു ഫൈനൽ തീരുമാനം ഇല്ലാതെ നമുക്ക് അദ്ദേഹത്തെ അറിയിക്കാനും പറ്റില്ല. എടുത്തു എന്നോ അല്ലെങ്കിൽ നിരാകരിച്ചു എന്നോ അറിയിക്കാൻ പറ്റില്ല. അപ്പോൾ അതുകൊണ്ട് ഗാനം എഴുതിയതിനും അയച്ചതിനും അദ്ദേഹത്തിന് നന്ദി പറഞ്ഞുകൊണ്ട് എഴുതി എന്ന് മാത്രമേ ഉള്ളൂ. കൾച്ചർ സെക്രട്ടറി പറഞ്ഞു നമുക്ക് അവിടെ വന്ന ഗാനങ്ങളൊന്നും അത്ര ഗുണമില്ല, നമുക്ക് തമ്പി സാറിനോട് പറയാം എന്ന് പറഞ്ഞു. അതനുസരിച്ച് ഞങ്ങൾ എഴുതി. ഹരിനാരായണൻ്റെ പാട്ടും വന്നിട്ടുണ്ട്. ഹരിനാരായണൻ്റെ പാട്ടാണ് ഇപ്പോൾ വന്നിരിക്കുന്ന പാട്ടുകളിൽ ടെക്സ്റ്റ് എന്നുള്ള നിലയ്ക്ക് ഈ കമ്മിറ്റിക്ക് കൂടുതൽ സമ്മതമായിട്ട് തോന്നിയിട്ടുള്ളത് ആ പാട്ടാണ്. പക്ഷെ അതും തിരഞ്ഞെടുത്തിട്ടില്ല. ഹരിനാരായണനോടും നമ്മൾ പറഞ്ഞിട്ടില്ല അത് തിരഞ്ഞെടുത്തു എന്നൊന്നും നമ്മൾ ഒരിക്കലും അറിയിച്ചില്ല. ഹരിനാരായണനോട് ചോദിച്ചാലും അദ്ദേഹം പറയും. അദ്ദേഹമായിട്ടും അദ്ദേഹത്തിന് ഇതുപോലെ നന്ദി പറഞ്ഞു എന്നല്ലാതെ നമ്മൾ അത് തിരഞ്ഞെടുത്തു എന്ന് പറഞ്ഞിട്ടില്ല. അത് ഇനി ഈ മ്യൂസിക് കൊടുത്ത ശേഷം മാത്രം ഈ ഏതാണോ അംഗീകരിക്കുന്നത്, ഇപ്പോൾ കമ്മിറ്റി ഒന്നിച്ച് അംഗീകരിക്കുന്നത് അത് അംഗീകരിക്കുകയും അത് അംഗീകരിച്ച ശേഷം അയച്ച എല്ലാവരെയും നമുക്ക് അറിയിക്കാൻ പറ്റിയെന്ന് വരില്ല. പക്ഷേ തമ്പി സാറിനോട് നമ്മൾ പറഞ്ഞതായതുകൊണ്ട് അദ്ദേഹത്തിൻ്റെ അത് പറ്റിയിട്ടില്ലെങ്കിൽ തീർച്ചയായിട്ടും അത് അറിയിക്കും. ആ ഫൈനൽ ഡിസിഷനിൽ അവസാനം എത്തിയിട്ടില്ല. ഇനിയൊരു മ്യൂസിക് കൊടുത്ത് ഒരു കമ്മിറ്റി കൂടി കഴിഞ്ഞ ശേഷമേ ഫൈനൽ ഡിസിഷൻ ഉണ്ടാവുള്ളൂ. അതാണ് ഇപ്പോഴത്തെ അവസ്ഥ.